തജാസ് എന്നൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ പാരന്റ്സിന്റെ പേരാണ്. മോഡലാണ് ആ ആൾക്ക് കോൺഫിഡൻസ് ആണ് മെയിനായിട്ട്. കൊണ്ട് ഫാഷനിലേക്ക് എത്തിയെന്നാണ് സോഫി പറയുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ളൊരു ഫീൽഡ് കൂടിയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. നല്ല നെഗറ്റീവാണ്, കാരണം കാണാത്തൊരു കണ്ടെന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കേരളത്തിലെ അസോസിയേഷൻ തുറന്നു പറയാൻ എനിക്ക് പറയുന്നതിന് നല്ല താല്പര്യം കുറവുണ്ട്. എന്റെ അറിവിൽ വേറെ അസോസിയേഷൻ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ വെച്ചാല് ഷോർട്ട് പുട്ട് ഇനി സ്പോർട്സിലേക്ക് തിരിച്ചു പോവാ. ഷോർട്ട് പുട്ട് അതായത് പ്രാക്ടീസ് ഭയങ്കര ഹെവിയാണ്. വെൽക്കം ടു ഗ്ലേസ് ഫാഷൻ. ഇന്ന് നമ്മുടെ അതിഥികളെ കുറിച്ച് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം സൗത്ത് ഇന്ത്യൻ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്, ബിലാൽ തജാസ് ആൻഡ് സോഫിയ. ലെറ്റ്സ് വെൽക്കം ടു ദി ഷോ. ഭയങ്കര സന്തോഷം നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയത്. ബിലാലിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡിസൈനർ ആണ്, അതുപോലെ തന്നെ ഷോ ഡയറക്ടർ ആണ്, അതുപോലെ തന്നെ സ്റ്റൈലിസ്റ്റ് ആണ്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ അറിയപ്പെടുന്ന ഒരു മോഡലിംഗ് കമ്പനിയുടെ തജാസ് മോഡലിംഗ് കമ്പനിയുടെ സിഇഒ ആണ്. പിന്നെ സോഫിയ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഒരു സൂപ്പർ മോഡലാണ്. മാമിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇയറിംഗ് ഇംപാഡ് ആണ്. ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വലിയൊരു കാര്യമായിട്ട് തോന്നി. മാം വെൽക്കം ടു ദി ഷോ. തജാസ് ഇത് ആസ് യൂഷ്വൽ ആയിട്ട് ഇട്ടൊരു പേരാണോ, അതോ ഈ പേരിന് എന്തെങ്കിലും ഹിഡൻ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇതൊരിക്കലും ഇത് ഗൂഗിളിൽ പോലും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇത് എനിക്ക് മാത്രമായിട്ട് ഫീൽ ചെയ്യുന്നൊരു പേരാണത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതിലെ മുതലേ ഒരു എന്താ പറയാ, നമുക്കൊരു അറിവ് വെച്ച കാലം മുതലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹം തോന്നുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ഒരു 10-12 വയസ്സാകുമ്പോൾ. അപ്പോ എനിക്ക് കൊച്ചിലെ ഈ ബസ്സൊക്കെ വാങ്ങണം, ബസ്സിന് ഇന്ന പേരിടണം എന്നൊക്കെയാണ്. അപ്പം ആ ഒരു പേര് ഞാൻ കുട്ടിക്കാലം മുതലേ എന്റെ ഓർമ്മയിലുള്ള ഒരു പേരേ ഉള്ളൂ. എനിക്ക് എന്ത് തുടങ്ങിയാലും ലൈഫിൽ ഞാൻ എന്ത് തുടങ്ങിയാലും എനിക്ക് ഈ ഒരു പേര് മാത്രമേ ഇടാനുള്ളൂ. അപ്പൊ ഞാനൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ജിമ്മ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ജിമ്മ് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴും എനിക്ക് എന്ത് തുടങ്ങണം എന്ന് മാത്രമേ, അന്നൊന്നും പൈസയൊന്നും ഇല്ല, ഫ്യൂച്ചറിൽ എന്ത് തുടങ്ങണം എന്ന് മാത്രമേ എനിക്കൊരു ആശയക്കുഴപ്പമുള്ളൂ. പക്ഷെ പേരിനൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കാരണം തജാസ് എന്നൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ പാരന്റ്സിന്റെ പേരാണ്. ഐ മീൻ ഞാൻ ഒരാളേ ഉള്ളൂ, എനിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ല, ഒറ്റ മോനാണ്. അപ്പോ എന്റെ വാപ്പാടെ പേര് താജുദ്ദീൻ എന്നാണ്, ഐ മീൻ താജ്. ഉമ്മയുടെ പേര് ജാസ്മിൻ എന്നാണ്. അപ്പം അവർ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം വെച്ചിട്ടാണ് ഞാൻ അതിന് പേരിട്ടത്. എനിക്കത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം ആ പേരിൽ ഞാൻ എന്ത് തുടങ്ങിയാലും എനിക്കത് സക്സസ് ആക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണല്ലോ. അത് ആ അർത്ഥത്തിലാണ്. അപ്പം അതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ നോക്കിയാൽ എനിക്ക് അതിനൊരു അർത്ഥം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ അർത്ഥമുള്ള ഒരേ ഒരു പേര് അതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം. യൂണിക് നെയിം തജാസ്. അതെ അതെ, ഒരു ഗംഭീരമുണ്ട് തജാസ്. അതെ. ഇപ്പൊ ഞങ്ങൾക്ക് തജാസ് എന്നൊരു പേരില് ഞങ്ങൾക്ക് മോഡലിംഗ് കമ്പനി എന്നതിലുപരി ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ട്. ഒന്നല്ല, 2-3 ക്രിക്കറ്റ് ടീം ഉണ്ട് അതേ പേരിൽ തന്നെ. ഞങ്ങൾക്ക് ഇനി ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ആ പേരിലാണ്. ഗ്രൂമർ ആണ്, ഡിസൈനർ ആണ്, ഷോ ഡയറക്ടർ ആണ്. അപ്പൊ എല്ലാ മേഖലയിലും കൈകടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണോ, അതോ കുഞ്ഞിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കില്ലേ എന്താണ് അംബീഷൻ എന്നൊക്കെ, അപ്പൊ ഇതന്നെയാണോ പറഞ്ഞിരുന്നേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുക എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം അന്നും ഇന്നും ആകെ കൂടെ അറിയുന്ന ഒരു ഫീൽഡ് എന്ന സ്പോർട്സിൽ ക്രിക്കറ്റ് കളിക്കുക. അപ്പൊ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുക എന്നതായിരുന്നു ആഗ്രഹം ചെറുതിലേ മുതലേ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഫാഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഫാഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാഷൻ ഷോയൊക്കെ നമ്മള് കൊച്ചിലെ ഫാഷൻ ടി വി ഒക്കെ പൊളിച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഫാഷനായിട്ട് ഒരു ബന്ധമില്ല. ഒരു ഡിഗ്രി തുടങ്ങുന്നത് വരെ. പിന്നെ എങ്ങനെ ഫാഷനിലേക്ക് എത്തിപ്പെട്ടു എന്ന് ചോദിക്കരുത്. അത് പറയാനൊരു ആൻസർ പോലും ഇല്ല. എങ്ങനെയോ ഇവിടെ എത്തി. കാരണം തലവരാന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ വിധിച്ചത് അങ്ങനെയാണ്. അല്ലാതെ ഒരു രീതിയിലും ഫാഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മോഡലിംഗ് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് റാമ്പിൽ പോലും കയറിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മോഡലിംഗ് കമ്പനി തുടങ്ങിയതിന് ശേഷവും ഞാൻ റാമ്പിൽ കയറിയിട്ടില്ല. ഒരു 6 ഷോയോളം. ഞങ്ങൾക്കൊരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് ആ സമയത്തൊക്കെ റാമ്പിൽ കയറുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 6 ഷോ വരെ. 6ാമതൊരു ഷോ പിന്നെ അവൻ എന്നെ നിർബന്ധിച്ച്
എന്നെ കയറ്റിയതാണ് ഞാൻ റാമ്പിൽ കയറി. അല്ലാതെ കയറി അതിന് മുമ്പ് അതുകൊണ്ട് തന്നെ ഫാഷൻ എന്നത് പഠിക്കുന്ന സമയത്തൊന്നും ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ട്രിവാൻഡ്രത്തൊരു വലിയൊരു ഡിസൈനറിന്റെ മുമ്പിൽ പുള്ളിക്കാരിക്ക് കൂട്ടുപോയി പുറത്തുണ്ടായിരുന്നു. പുള്ളി ഡ്രസ്സിങ്ങിന്റെ മീൻസ് സ്റ്റിച്ചിങ് സമയത്ത് ഞാൻ പുറത്തുണ്ടായിരുന്നു എന്നല്ലാതെ എനിക്ക് ഫാഷനുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എങ്ങനെയോ എത്തിപ്പെട്ടു ഇവിടെ എന്നതാണ് കറങ്ങി സത്യം. തിരിഞ്ഞ് എത്തി. എങ്ങനെ എത്തി അതാണ് സത്യം. അതായത് ഈ ഫാഷൻ എന്നതിലുപരി ഒരു പാഷൻ, അതായത് പാഷൻ എന്നതിലുപരി മറ്റെന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഞാൻ ഞാനൊരു മോഡലിംഗ് കമ്പനി അല്ലെങ്കിൽ മോഡലിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് പാഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഇത് പ്രൊഫഷൻ ആണ് എന്ന് അന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് അന്നതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആകുമെന്നോ അല്ലെങ്കിൽ അത് ഒരു രീതിയിലും എനിക്കില്ല. എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. അതിലൊട്ടൊരു പാഷൻ തോന്നി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ട്രൈ ചെയ്തു. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണിയില് ഒരുപാട് പേര്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയപ്പെട്ട കൊറിയോഗ്രാഫർ പയ്യനാണ്. അവനാണ് ആദ്യമായി ഞാനൊരു ദിവസം വിളിച്ചിട്ട് ഫോണിൽ കൂടി വിളിച്ചിട്ട് ഒരു ഫേമിങ്. അന്ന് അവൻ കൊറിയോഗ്രാഫർ അല്ലെങ്കിലും അവൻ മോഡലാണ്. അവൻ അടിപൊളി മോഡലാണ്. അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ അവനെ വിളിച്ചിട്ട് നീ സപ്പോർട്ട് ചെയ്യും. കാരണം അവൻ മോഡലിംഗ് ഫീൽഡിലേക്ക് പോകാൻ കാരണം ഞാനാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവൻ ഞങ്ങളുടെ അടുത്ത് ഫുട്ബോൾ കളിക്കാനൊക്കെ വരുന്നവൻ ഞാൻ അവരോട് പറയായിരുന്നു ഈ ഹൈറ്റും ഒരു ഗ്ലാമർ ഹാൻസം ആണ് ആള്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാളിനെ കണക്ട് ചെയ്ത് കൊടുത്തു. അവിടെ പോയി അവിടെ അവൻ പഠിച്ചു. അവൻ ഒരു കുറച്ച് പേര് അറിയുന്ന ഒരു മോഡലൊക്കെ ആയപ്പോ പിന്നെ എനിക്ക് അവന്റെ സഹായം വേണ്ടി വന്നു. സഹായമല്ല, എന്റെ ഒരു അനിയനാണ്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് അവനോട് ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു ഉറപ്പായിട്ടും അവൻ എന്റെ കൂടെ നിന്നു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയതും അവനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഫുൾ സപ്പോർട്ട് ചെയ്ത അവനാണ് എല്ലാ കാര്യങ്ങൾക്കും. മാം ഒരു ചാമ്പ്യൻ ആണ്, സ്പോർട്സ് ചാമ്പ്യൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടത്? അതായത് പാഷൻ കൊണ്ട് ഫാഷനിലേക്ക് എത്തിയെന്നാണ് സോഫി പറയുന്നത്. നമുക്ക് പുള്ളിക്ക് മോഡലിംഗ് അതൊരു ക്രൈസ് എന്നൊന്നും പറയില്ല, ക്രൈസിന്റെ പീക്ക് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു ഫാഷൻ കഴിഞ്ഞ് ഇനി എന്തും ഉള്ളൂ എന്നുള്ള രീതിയിൽ ഫാഷൻ അത് തലയ്ക്ക് പിടിച്ചെന്ന് പറയില്ലേ, ആ ലെവലിലാണ് പുള്ളിക്കാരി ഫാഷനിലേക്ക്. അതിന് മുമ്പ് പുള്ളിക്കാരി 3 പ്രാവശ്യം നാഷണൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു ഷോർട്ട് പുട്ടിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീട്ടിൽ തന്നെ അറിയാം. പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വീട് നിറയെ എന്താണ് ട്രോഫീസും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. കാരണം അത്രയ്ക്കും പിന്നെ റൈഡറാണ് പുള്ളിക്കാരി. അപ്പം റൈഡറാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ ഹിമാലയൻ ട്രിപ്പ് പോകും. നമുക്ക് സമയം പോലും പുള്ളിയൊക്കെ അതാണ് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈല്. പുള്ളിക്കൊരു മോഡൽ എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. ലൈഫിൽ മോഡൽ എന്നതാണ്. ഇപ്പൊ തന്നെ ഏകദേശം 100-150 ഷോയും ചെയ്തിട്ടുണ്ടാവും. അതിലുപരി കേരളത്തിലെ തന്നെ ഡാൻസ് സാറിന്റെ ഒക്കെ കൂടെ അമൃത ടിവിയിലെ സൂപ്പർ മോഡൽ ആയിരുന്നു. ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇനി കൂടുതൽ ഷോസ് ചെയ്യുക, അവർക്ക് ഗ്രൂമിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു നേരത്തെ പറഞ്ഞായിരുന്നു അവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അത് തന്നെ നേരെ തുടങ്ങുന്നതിന് പോകണം. ഓക്കെ, കുഴപ്പമില്ല. അത് തന്നെ ഐഡന്റിറ്റി. അതായത് അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം ബ്രാൻഡ് പോലെ ഈ ഗ്രൂമിങ് അക്കാഡമി മോഡൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇത് ആ ഫാഷൻ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ഫ്ലോർ ആണ് അവരുടെ ലക്ഷ്യം. ഐ മീൻ നമ്മളൊരു ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതുപോലെ അതാണ് അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ഇപ്പം കണ്ടിന്യൂസ് ഷോസ് ഒക്കെ ചെയ്തിട്ട് എന്താ പറയാ, ഇപ്പം 10-20 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് പഠിപ്പിക്കുന്ന. പ്രൊഫഷണൽ ഗ്രൂമർ ഒക്കെയാണ്. ഞങ്ങളെ പോലും പഠിപ്പിക്കാറുണ്ട്. ആറ്റിറ്റ്യൂഡൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചതിന്റെ പുള്ളിയാണ്. അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെ കുറെ ആലോചനകൾ ഉണ്ടായിരിക്കും. എങ്ങനെ എത്തിപ്പെടുക എന്നൊക്കെ അറിയണ്ടാവില്ല. അപ്പൊ ഒരു ബിഗിനർ ഓഡിഷന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ബിഗിനർ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം ബിഗിനർ ശ്രദ്ധിക്കേണ്ടത് എവിടെ എന്തിന് അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഏത് സബ്ജക്ട്, എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും അങ്ങനെ, മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇപ്പൊ ആക്ട്രസ് ആവാനാവാം. ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഡ്രസ് കോഡൊക്കെ അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഓരോ ഫേം ഇപ്പൊ കേരളത്തിലെ ലെവൽ വെച്ചിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന എന്ന് പറഞ്ഞാൽ നോർമലി ഒരു എന്താ പറയാ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള. കേരളത്തില്
ഉള്ള നമ്മളിപ്പോ ചെയ്യുന്ന ലെവൽ വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം, കുറച്ച് റീച്ച് ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രൊഫഷണൽ ഹെവി റേഞ്ച് ലെവലിലേക്ക് പോകുന്നതൊക്കെ വലിയ പാടാണ്. നോർത്ത് ബേസിലൊക്കെ അത് അപേക്ഷിച്ച് വളരെ പാടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മീൻസ് നമ്മുടെ മെയിൻ ആയിട്ട് ഞാൻ എന്നെ പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പറയുന്നത്. നമ്മുടെ ഫിലിം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളത്. അത് നമ്മുടെ അടിപൊളിയാണ് മറ്റത് അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോ ഇതിലേക്ക് ഒരു ബിഗിനറിന് വരുമ്പോ അവർക്ക് ചൂസ് ചെയ്യാം, അവർക്ക് എങ്ങനെ പോകണം, അല്ലെ ഒരു മോഡൽ, ഐ മീൻ അവരുടെ ഒരു ലക്ഷ്യം എന്താണ്, ഐ മീൻ എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ മോഡൽ ആവുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അത് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലം, അല്ലെങ്കിൽ എന്താണോ അവർക്ക് ആകേണ്ടത് അതിന് കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. മനസ്സിലായി? അത് ചൂസ് ചെയ്ത് പോവുക എന്നത് അവരുടേതായ, ഞങ്ങളുടേതായ ഒരു ലെവലുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വരുന്ന ഒരാളിനോടും ഞങ്ങൾക്ക് ഇന്റർനാഷണൽ മോഡൽസ് ആക്കി തരാമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കാം, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു പുതുതായിട്ട് ഒരാൾ വരുന്നു, ആ ആളിന് മോഡലിംഗ് ഇഷ്ടപ്പെട്ട് വരുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മോഡൽ ആകണമെന്ന്. ആ ആള് വരുന്നത് ചിലപ്പോൾ 5.1 ആയിരിക്കും ഹൈറ്റ്, ചിലപ്പോൾ 5.8 ആയിരിക്കും ഹൈറ്റ് അവർക്ക് പല രീതിയിലായിരിക്കും. ഈ 5.1 ഉള്ള ആളിനെ നമുക്ക് മിസ് ഇന്ത്യക്ക് കൊണ്ടുപോകാൻ പറ്റൂല, കാരണം അവർ വെക്കുന്ന ക്രൈറ്റീരിയ അതല്ല. അപ്പോ അവർക്ക് നമ്മളാൽ കഴിയുന്ന മോട്ടിവേഷൻ കൊടുക്കാം, നമുക്ക് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് പ്രൊഫൈൽ എത്തിക്കാൻ പറ്റും. ഇത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത്രേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതായത് ഞങ്ങൾ വലുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പുതുതായിട്ട് വരുന്ന ഒരാളിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇന്ന ഒരാളുണ്ട്, ഈ ആള് മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്, അപ്പം അതിൽ നിന്നും ഇപ്പൊ ഷൂട്ടിനോ അല്ലെങ്കിൽ ആഡിനോ അല്ലെങ്കിൽ റൺവേക്കോ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് മോഡൽസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഏകദേശം കുറെ പേര് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 300+ മോഡൽസ് ഇപ്പൊ തന്നെ ഉണ്ട്. എങ്ങനെ നിങ്ങളുടെ പ്രോസസ് എങ്ങനെയാണ്? ഗ്രൂം ചെയ്തെടുക്കണ സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഗ്രൂമിംഗ് സെഷൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മന്ത്ലി ഉണ്ട്. കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കാലിക്കറ്റിലുണ്ട്. മന്ത്ലി ഒരു ദിവസമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഷൂട്ടും ഉണ്ടാവും, ഗ്രൂമിങ്ങും ഉണ്ടാവും. ഷൂട്ടായി ഫുൾ ഡേ ആയിരിക്കും. അപ്പൊ അവർക്ക് ഞങ്ങളൊരു ഡേറ്റ് കൊടുക്കും, ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞവർക്ക് കൊടുക്കും. അവർക്ക് നോർമൽ രജിസ്ട്രേഷൻ ഉണ്ടാവും. അവർ വരുന്നു, അവർക്ക് ഞങ്ങൾ അതിന് ഡ്രസ്സ് കൊടുക്കുന്നു, മേക്കപ്പ് കൊടുക്കുന്നു, എല്ലാം ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഒരു വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവർക്ക് ഒരു സെക്ഷൻ, പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ എടുത്തിട്ട് രണ്ടാമത് അവരെ ഞങ്ങൾ ഗ്രൂമിങ് ചെയ്യിപ്പിക്കും. ഐ മീൻ അവർക്ക് ആദ്യം അവരുടെ റേഞ്ച് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ നോക്കും. അവർക്ക് നടക്കാൻ അറിയുമോ, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എന്നിട്ട് ഞങ്ങൾ അവർക്ക് എന്താണോ പറഞ്ഞു കൊടുക്കേണ്ട, ആ ആളിന് ആവശ്യം എന്താണോ. 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരിക്കലും ഒരുപോലെ ആവില്ല, 10 പേരും 10 സ്റ്റൈലായിരിക്കും ബാക്കി. അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അവർക്ക് ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആണോ ഇങ്ങനെ ചേഞ്ച് ആണോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വേണ്ട വീഡിയോസും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കും. ഇത്ര മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ അപ്പോഴേക്കും അവർ സ്വന്തമായിട്ട് അത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർ നല്ല ബെറ്റർ ആവും. അപ്പൊ ഞങ്ങൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ഞങ്ങൾ അടുത്ത ഷോയ്ക്ക് ഇവരെ വരുമല്ലോ, ഇവരുടെ അതും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ഒരു പ്രൊഫൈൽ മേക്ക് ചെയ്ത് പിന്നെ ഫോട്ടോഷൂട്ട് സെപ്പറേറ്റ് വെച്ച് പോർട്ട്ഫോളിയോ ചെയ്ത് അവരെ 10 പേര് അറിയുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങൾ ഇൻസ്റ്റ വഴി, യൂട്യൂബ് വഴി, പിന്നെ ഞങ്ങളുടെ കോൺടാക്ട് ഷെയർ വെച്ചിട്ട് മാക്സിമം ഷെയർ ആക്കി ഒരുപാട് പേരിലേക്ക് അറിയിക്കും. ഞങ്ങളിൽ ഒരു ഷൂട്ടിനായാലും ഒരു ഗ്രൂമിങ്ങിനായാലും ഒരു ഷോയ്ക്കായാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആള് ആ ഷോ കഴിഞ്ഞ് അതിന്റെ ഫോട്ടോസും വീഡിയോസും വരുമ്പോ എങ്ങനെ പോയാലും ഒരു 10,000 പേരെങ്കിലും ഇന്ന ആളെ കാണും. അത് ആ ആൾ അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ അതിൽ ഇംപ്രസ് ആവും. അവർക്ക് ആഡോ ഷൂട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യും. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഒരു മോഡലിനെ വേണ്ട ഒരു ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും? ഒരു മോഡലിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് 5.2, 5.3 എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഹൈറ്റ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത്? ആർക്കും വേണമെങ്കിലും മോഡൽ ആവാൻ പറ്റും? മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് ചെറിയൊരു നോളജ് മാത്രമേ ഉള്ളൂ. ഈ ഫിറ്റ് മോഡൽ അതുപോലെ തന്നെ ഫിറ്റ്നസ് മോഡൽ അങ്ങനെ കുറെ അത് കേട്ടിട്ടുണ്ട്. ഓരോന്നും ഓരോ ക്രൈറ്റീരിയാസ് ആണ്. ഇപ്പൊ ഫിറ്റ് മോഡലിൽ പോയിട്ട് നമുക്ക് ആ ഫിറ്റ്നസ് ഉള്ള ആളുകൾക്ക് ഫിറ്റ് മോഡൽ ഇറങ്ങാൻ പറ്റും. ഇപ്പൊ മിസ് ഇന്ത്യ വരുമ്പോ മിസ് ഇന്ത്യക്ക് അവര്, അതായത് ആ നടത്തുന്ന ആരാണോ അല്ലെ മിസ് ഇന്ത്യ, അത് ആരാണോ അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അവർ ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അത് നടത്തുന്നത്. എന്ന് പറഞ്ഞ് മോഡൽ ആകാം, ഇന്ന ആളുകൾക്ക് മോഡൽ ആകാൻ പറ്റും എന്നൊന്നുമില്ല. ഇപ്പൊ കാലം ഒരുപാട് മാറി. ഇപ്പൊ പ്ലസ് സൈസ് മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ പല കാറ്റഗറിയിലാണ് ഉള്ളത്. പിന്നെ ഇതൊന്നുമില്ല. നമുക്കിപ്പോ ഒരു ഉദാഹരണം, നമ്മളൊരു ആഡ് ഷൂട്ടിലത്തേക്ക് എന്തായാലും ഒരു മോഡൽ ആയിരിക്കും ആഡിലേക്ക് വരുന്നത്. ഒരു മോഡൽ ആഡിലേക്ക് വരുമ്പോൾ ഒരു എക്സൽ സൈസ് ഉള്ള ഒരു ഡ്രസ് ഇടാൻ സ്ലിം ആയിട്ട് ഒരു മോഡലിനെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതിന് ആ സൈസിലുള്ള ആൾ തന്നെയാണ് ഉറപ്പായിട്ടും അതന്നെ. അപ്പൊ സ്ലിം ആയിട്ടുള്ള, അതിന് തീരെ സ്ലിം ആയിട്ടുള്ള ഒരാളിനെ ഇടാൻ പറ്റുന്ന ബോഡി കോൺടാക്ട് മീൻസ് വളരെ ചെറിയൊരു ഡ്രസ് ഇടാൻ ഒരു സൈസുള്ള ഒരാളിനെ കൊണ്ട് പറ്റൂല. അപ്പൊ സൈസ് അല്ലെങ്കിൽ ഹൈറ്റ്
കളർ ഇതൊന്നും ഒരു അതൊരു മാറ്റർ അല്ല. മാറ്റർ അല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം എനിക്ക് ഫേം ഉള്ളത് കൊണ്ടും എന്റെ ഫേമിനകത്ത് ഒരു 3 വയസ്സ് മുതൽ 45-46 വയസ്സ് വരെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടും ഇവരെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ നിന്നും ഒരു പ്രോഗ്രാം നടത്തുന്നു മിസ് കേരള നടത്തുന്നു. ഈ മിസ് കേരളക്ക് അവര് വെക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ഈ ആർമിയിലൊക്കെ പോകുന്ന സമയത്ത് ആർമിയിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ ഇത്ര എന്നതുണ്ടല്ലോ, അതുപോലൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത്രേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മോഡൽ ആകാൻ ആ ആളിന് കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളിന് അതുപോലെ നമ്മളെ അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ നമ്മുടെ എന്താണോ ആ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളിന് മോഡലിംഗ് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മാം നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ മാമിനോട് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി സ്പോർട്സിലേക്ക് തിരിയാൻ ഇനി വീണ്ടും ഒരു ഐഡിയ ഉണ്ടോ? ആക്ച്വലി സഫി ഇപ്പൊ പറഞ്ഞ വെച്ചാല് ഷോർട്ട് പുട്ട് ഇനി സ്പോർട്സിലേക്ക് തിരിച്ചു പോവാ. ഷോർട്ട് പുട്ട് അതായത് പ്രാക്ടീസ് ഭയങ്കര ഹെവിയാണ് അവർക്ക്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ല. അവർക്ക് ഇനി അത് ഭയങ്കര പാടാണെന്നാണ് പറയുന്നത്. അതിലുപരി അവർക്കത് വേണ്ട, ഈസി ആയാലും അത് വേണ്ട. അവർക്ക് ഫാഷൻ തന്നെയാണ് അവരുടെ ഈ നേരത്തെ പറഞ്ഞ എയിം പോലെ തന്നെ ഫാഷൻ തന്നെയാണ് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് പറയുന്നത്. ഈ മോഡൽ അസോസിയേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മോഡൽസിന് എത്രമാത്രം അത് ഇമ്പോർട്ടന്റ് ആണ്? അസോസിയേഷൻ കൊണ്ട് എങ്ങനെ എത്രത്തോളം യൂസ് ആണ് മോഡൽ? സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഈ അസോസിയേഷനെ കുറിച്ച്. ഞാൻ നിങ്ങളടുത്ത് നമ്മളത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയാം. കേരളത്തിൽ പുറത്തുള്ള പ്രോഗ്രാമുകൾ വെച്ച് ഞങ്ങൾ പുറത്താണ് കൂടുതലും ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറയാം. അവിടെ അസോസിയേഷൻ ബേസിലൊന്നും ഇല്ല. അവിടെയൊക്കെ പല പല രീതിയിൽ മാത്രമല്ല, അവിടുത്തെ അസോസിയേഷനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അസോസിയേഷൻ, അതിൽ നിന്ന് എല്ലാവർക്കും യൂസ് ആകുന്ന രീതിയിൽ മുമ്പോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള. കേരളത്തിലെ അസോസിയേഷൻ തുറന്നു പറയാലോ, എനിക്ക് പറയുന്നതിനോട് തന്നെ നല്ല താല്പര്യം കുറവുണ്ട്. എന്റെ അറിവിൽ അഞ്ചാറ് അസോസിയേഷൻ ഉണ്ട്. ഇപ്പം ഈ മോഡലിംഗ് കമ്പനി ബേസിൽ പറയുകയാണെങ്കിൽ 2 അസോസിയേഷനാണ് ഇപ്പം അവിടെ ഉള്ളത്. ഇത് ഒന്ന് രണ്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരെണ്ണം പക്ഷെ ബിസിനസിന് വേണ്ടി മാത്രം അസോസിയേഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സിനെ വെക്കുക, സ്പോൺസറിൽ നിന്ന് പൈസ മേടിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഷോ നടത്തുക, അവരെ വീട്ടിലെ ചിലവ് നോക്കുക, അത്ര. കൂടെ ഉള്ള അസോസിയേഷൻ ബേസിൽ വളർന്നു വരുന്ന ഒരു മോഡലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അസോസിയേഷൻ ബേസിൽ കുറച്ച് കമ്പനീസ് ഉണ്ട്. കമ്പനീസ് ആ അസോസിയേഷനിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അവർ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയാലോ, ഇതിപ്പോ നമ്മള് പറയുന്നത് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഓരോരുത്തർക്കും അവരേതായ ശരി. ഇപ്പൊ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ 80% തെറ്റായിരിക്കും. പക്ഷെ എന്റെ ശരിയാണത്. അതുപോലെ അവർക്ക് അവരേതായ ശരിയുണ്ടാവും. പക്ഷെ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പറയുന്നത്. കാരണം അതുകൊണ്ട് യൂസ് ഇല്ല. അതുകൊണ്ട് അവര് പ്രോഗ്രാം നടത്തുമ്പോൾ മാത്രം എല്ലാ ആളുകളും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അസോസിയേഷൻ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഫാഷൻ ഇൻഡസ്ട്രി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോഡലിംഗ് കമ്പനീസും എല്ലാ ഇവന്റുകൾ വരുമ്പോഴും എല്ലാവരും ഒരുമിക്കുന്നു, എല്ലാ ടീമുകളും വരുന്നു. ഇവിടെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിച്ച് കളഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. കൂടുതലായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഫാഷനെ കുറിച്ചും ഫാഷൻ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച്. നിങ്ങളും താങ്ക്സ് പറയണം. അല്ലേ, ഞങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളെ ടഫാക്കി തന്നില്ല. അപ്പം ഞങ്ങളെ കുറിച്ച് കോൺഫിഡന്റ് ആയി. ഇനി അടുത്ത ഇന്റർവ്യൂവിൽ ഇതിനേക്കാളും കൂടുതലായിട്ട് പറയാൻ പറ്റട്ടെ. ആ ലെവലിൽ നിങ്ങൾ കോൺഫിഡന്റ് ആക്കി. നിങ്ങളുടെ ക്രൂ ഒക്കെ അടിപൊളിയാണല്ലോ. താങ്ക് യു. നിങ്ങളും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.